ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. നമ്മൾ ഇന്ന് വീഡിയോയിൽ ഒരു സംഭവമുണ്ട്. ഇന്ന് നല്ലൊരു കിഡിലും വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല. നമ്മൾ ഇന്നേ വരെ നമ്മൾ യൂട്യൂബിൽ ചെയ്യാത്തൊരു സംഭവമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളോടൊപ്പം ഒരു ഗസ്റ്റും കൂടിയുണ്ട്. ഗസ്റ്റ് അങ്ങ് ജർമ്മനിയിൽ നിന്ന് വന്ന ഒരാളാണ്. ആരാന്നറിയട്ടെ പറഞ്ഞുതരാം. സായിപ്പ് മദാമെന്നല്ല, എമ്മ ഫ്രം ജർമ്മനി. നമ്മുടെ ജർമ്മനിയിൽ നിന്ന് എത്തിച്ച എമ്മനെ വെച്ച് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? തമ്മിൽ എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടല്ല, വണ്ടി അങ്ങ് കയറ്റി നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ട് സംഭവം? നമ്മളിന്ന് റിയൽ ടൈം എക്സ്പീരിയൻസാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മാട്രസിൽ ഇതാ വണ്ടി കയറ്റിയിട്ട് എങ്ങനെയുണ്ട് എൻ്റെ ക്വാളിറ്റി ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുക. അപ്പോൾ എങ്ങനെ വെച്ചാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ വൈകിക്കാതെ കാര്യം പറയുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, ബേസിക്കലി വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി എന്താ കാണിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ എമ്മ കൂട്ടുകാരെ നമ്മൾ ജർമ്മനി അങ്ങനെ കുറേ കാലത്ത് ശേഷമുള്ള ഒരു ആഗ്രഹം. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുറേ എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് ഒരു സാധനം വീട്ടിൽ വരണ്ടേന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ അവസാനം ഒടുവിൽ നമ്മളെ ജർമ്മനിക്കാർ എനക്കും കൊണ്ട് അങ്ങനെ എത്തിച്ചാൽ നമ്മുടെ കേരള നാട്ടിൽ നമ്മുടെ കണ്ണൂരിൽ നമ്മളെ വീട്ടിൽ സാധനം എത്തിയിട്ടുണ്ട്. നമ്മൾ എമ്മ ഫ്രം ജർമ്മനി. അതോ അവിടെ കിടക്കുന്നുണ്ട് വിശാലമായി. നമ്മൾ നല്ലൊരു ലൊക്കേഷൻ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ വണ്ടിയൊക്കെ എടുത്ത് ടെസ്റ്റൊക്കെ അടിക്കണ്ടല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഇന്നൊരു 2-3 ടെസ്റ്റാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി എമ്മ മാട്രസിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഓവറോൾ നല്ലൊരു കംഫേർട്ടും ലക്ഷറി ഫീലും പ്രീമിയം ഫീലൊക്കെ തരുന്ന ഒരു മാട്രസാണ് ഓവറോൾ. എനിക്കൊന്ന് ഒരു 33 രാജ്യങ്ങളിലോളം കറങ്ങി കളിക്കുന്ന ഒരു സാധനമാണ് ഇത്. നമ്മുടെ ഇന്ത്യയിലും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൻ്റെ എനിക്കൊന്ന് ചിലപ്പോൾ യൂസ് ചെയ്ത ആൾക്കാരുണ്ട്. അവരെന്തായാലും അവർക്ക് തന്നെ, അപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ അവർക്ക് തന്നെ അതിൻ്റെ ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലാവും. എന്ന് വെച്ചാൽ അവർ യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ തന്നെ പിന്നെ എമ്മ മാട്രസിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ സംഭവം എന്തായാലും നമ്മളൊന്ന് റിയൽ ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാം. എങ്ങനെയുണ്ടോ എമ്മ മാട്രസ് എങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ സംഭവം അതിൻ്റെ ഓവറോൾ നമ്മൾ 2-3 ടെസ്റ്റ് ഓൾറെഡി നടത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ്. സോ നമുക്ക് നേരെ അങ്ങനെ ടെസ്റ്റിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എഗ് ടെസ്റ്റ് ആണ്. അതിന് മുന്നേ ഞങ്ങൾക്ക് എമ്മ മാട്രസ് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എമ്മ മാട്രസിൻ്റെ ക്വാളിറ്റി എങ്ങനെ, കിടത്ത് എങ്ങനെ, ഉറങ്ങാൻ പറ്റും എങ്ങനെ. അതിനുശേഷം നമ്മൾ 2 ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. എഗ് ടെസ്റ്റും അതിനുശേഷം നമ്മുടെ ഡ്രൈവിങ്ങിലെ മെഗാ ടെസ്റ്റും. അതിൻ്റെ മുകളിൽ വണ്ടി അങ്ങ് ചാമ്പി കയറ്റാനാണ് പോകുന്നത്. നമുക്ക് അതിന് ശേഷം നമുക്ക് അതിൽ കിടക്കാനോ പറ്റുമോ ഇരിക്കാൻ പറ്റുമോ എന്നെല്ലാം നമുക്ക് അതിൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് സാധനം എന്താണെന്ന് കാണാം, എന്നിട്ട് ടെസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. സോ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ നമുക്ക് എമ്മ മാട്രസ് നമുക്ക് നോക്കാം. നമ്മൾ സാധനം ഇവിടെ കിടക്കുന്നുണ്ട്, നമുക്കൊന്ന് തുള്ളിയാലോ. ഗൈസ് കണ്ടില്ലേ, ഇതാ നമ്മളെ എമ്മ മാട്രസ്. അപ്പോൾ സംഭവം കാണാൻ തന്നെ നല്ല ബർക്കത്തില്ലേ, എങ്ങനെയുണ്ട്, നല്ല വെളുവെളുത്തതല്ല. ഇതിലിങ്ങനെ കിടന്ന് അങ്ങ് സൊയ്ക്കാട്ടാ. കാരണം വിചാരിക്കുന്ന പോലെയല്ല, നമുക്ക് ആവശ്യത്തിനുള്ള ആൾക്കാരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാം. ഞാൻ അതാ ഉദ്ദേശിച്ചത്. സംഭവം ഇപ്പം എങ്ങനെ ഉണ്ടാവും? സംഭവം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇരിക്കുമ്പോൾ തന്നെ ചന്തി അങ്ങ് അറിയുന്നുണ്ടാ. അല്ലടാ, തന്നെ ചെയ്ത് നല്ല സ്മൂത്ത് ആട്ടാ സംഭവം, വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ എന്തായാലും നീ കൂടി ഇരുന്നോക്ക്. നീ ഇരുന്നിട്ട് നിന്റെ എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, ഞാനിപ്പോൾ ഇരുന്നപ്പില്ല, എൻ്റെ ചന്തി അങ്ങ് ഉള്ളോട്ട് പോയല്ലേ. എന്താ പറയുക, ഒരു കുഴീൻ്റെ ഉള്ളിലാ കേട്ടാ, ചന്തി താഴോട്ടല്ലേ. അപ്പോൾ വെറുതെ അല്ല കേട്ടോ സംഭവം. എന്നാലും കിടന്ന് ഉറങ്ങിയിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും കാണുമ്പോൾ തന്നെ നല്ലൊരു ഗുമ്മുണ്ടല്ലോ. അപ്പം പിന്നെ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഊഹിക്കാമല്ലോ എങ്ങനെ ഉണ്ടാവും ഈ മാട്രസിൻ്റെ ഒരു ഇത് പവർ. കിടക്കുമ്പോൾ തന്നെ നല്ല ഫീൽ കിട്ടുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ കിടക്കണം, അത്രേ ഞാൻ പറയും. കാരണം ആ ഒരു കിടക്കുമ്പോൾ അതിൻ്റെ ഫീൽ കിട്ടും. എന്താ പറയുക, ഇതിങ്ങനെ കിടന്ന് സൊയ്ക്കുക. ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഉച്ചക്ക് വന്ന് 2 ലൈം ടീ അടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട് മോനെ. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ മൺസൂൺ സമയത്ത് രാവിലെ എണീക്കുമ്പോൾ സ്കൂളിൽ പോകുന്ന ടൈം TV എല്ലാം ഓണാക്കിച്ച് കാർട്ടൂൺ കണ്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു ഫീല്. എമ്മ പൊളിക്കോട്ടാ മച്ചാവരെ. വിചാരിക്കുന്ന നല്ല സംഭവം, നല്ല അടിപൊളി സാധനം തന്നെ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല പ്രീമിയം ടച്ചപ്പാട്ടാ. നിങ്ങൾ വിചാരിക്കുന്നതല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഉള്ളോട്ടുള്ളൊരു കുഷ്യൻ ഫീൽ കിട്ടും. സംഭവം നമുക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുക. കാരണം ഈ വീഡിയോ കാണുമ്പോൾ എങ്ങനെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ എനിക്ക് അത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം എന്തായാലും നല്ല മാഷാഅല്ലാഹ്, നല്ല അടിപൊളി ക്വാളിറ്റിയും ഉണ്ട്. നല്ലൊരു സ്റ്റിച്ചിങ് സൈഡും അതിൻ്റെ ആ ഒരു ഫിനിഷിങ് അവർ കൊടുത്തിട്ടുണ്ട്. ജർമ്മനിക്കാർ വെറുതെ വിട്ടിട്ടില്ല. സംഭവം നല്ല രീതിയിൽ തന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ധന്യജൻ, നീ എങ്ങനെയുണ്ട് ഇരുന്നിട്ട് നോക്കാം, എന്നിട്ട് പറയാം എങ്ങനെയുണ്ട് നോക്കേ. നമുക്ക് ധന്യജൻ്റെ എക്സ്പീരിയൻസ് കൂടി എങ്ങനെയുണ്ട് നോക്കാം. സോ എവിടെ ധന്യജ എങ്ങനെയുണ്ടോ എക്സ്പീരിയൻസ്? നമുക്കിപ്പോൾ നേരിട്ട് നമുക്കിപ്പോൾ നമ്മളെ വീഡിയോഗ്രാഫർ ധന്യജ കൂടി ഉണ്ട്. അപ്പോൾ ധന്യജ എങ്ങനെയുണ്ടോ സംഭവം? വിചാരിക്കും നമ്മളൊരു മാട്രസ് കിടക്കുന്ന പോലെ കിടക്കുന്ന പോലെ അല്ല, ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ശരിക്കും. കണ്ട ഓൻ അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കും. ഓൻ്റെ കിടത്താൻ കണ്ടാൽ തന്നെ നമുക്ക് തിരിയൂലേ എങ്ങനെയുണ്ടോ. കിടത്തത്തിൻ്റെ അങ്ങ് സൊയ്ക്കുക, ഇരുന്ന് ആർമാദിക്കവന്. അപ്പൊ അല്ലേ, എനിക്ക് ആ ഒരു വിചാരിക്കുന്ന പോലെ അല്ല, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫീല് ശരിക്കും കിട്ടാനുണ്ട്. അതാണ് ആ ഒരു നമുക്ക് എന്താ പറയുക, കിടക്കുമ്പോൾ ആയിരിക്കും അതിൻ്റെ ഒരു പ്രീമിയം ഫീല് കിട്ടുക. കാരണം വെറുതെ അവർ പറയുന്നതല്ല, ഇത് പറയുന്നതിന് അവർ 100% വാക്ക് പുലർത്തുന്നുണ്ട്. അപ്പോൾ സംഭവം എന്തായാലും നമുക്കിനി നേരെ ടെസ്റ്റും കൂടി നടത്തി നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് വേണ്ട. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന മുട്ടയാണ്. നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് എഗ് ടെസ്റ്റ് ആണ്. എഗ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാട്രസിൽ നമ്മൾ ഈ സാധനം അവിടെ വെക്കും. അപ്പോൾ നമ്മൾ ഏകദേശം കുറേ റീൽസിലെല്ലാം എല്ലാവരും കണ്ട് പരിചയം ഉണ്ടാവും. ഞാനായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ എഗ്ഗ് നമ്മുടെ മാട്രസിൽ
വെച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ കിടക്കും. അതാണ് നമ്മളെ മെയിൻ എക്സ്പെരിമെൻറ്റ്. സംഭവം എല്ലാവരും പറയുന്നത് നമ്മൾ ഈ മാട്രസിൻ്റെ ടീമും എല്ലാവരും ഭയങ്കര വിശ്വാസത്തോടെ പറയുന്നത് ഈ സാധനത്തിൻ്റെ മുകളിൽ കിടന്ന ഈ മുട്ട പൊട്ടില്ല. നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ ഇതിപ്പോൾ പൊട്ടിച്ചാൽ ഇത് വേവിച്ച മുട്ടയൊന്നുമല്ല, പച്ച മുട്ടയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുലുങ്ങ് കാണാൻ പറ്റും. ഒച്ച വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ പക്ക മുട്ട നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ ഏതാ രാമൻചേട്ടൻ്റെ കടയിൽ നിന്നല്ല, ആ ചേട്ടൻ്റെ നിന്ന് വാങ്ങിച്ച 35 രൂപയ്ക്ക് 4 മുട്ട വാങ്ങിച്ചു. ഒരു മുട്ട ഓൾറെഡി കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. അപ്പോൾ 3 മുട്ട ഇപ്പോൾ കയ്യിലുണ്ട്. ഈ മുട്ട നമ്മൾ മാട്രസിൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് നോക്കി നോക്കാം. എന്നാൽ എന്തായാലും നമുക്ക് സമയം കളയണ്ട. ഓക്കെ, സോ നമ്മളെ മുട്ട ഇപ്പോൾ ഇവിടെ വെക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് 3 മുട്ടയുണ്ട് ഗൈസ്. പൊട്ടിയെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും, നമ്മൾ അപ്രൂവ് ചെയ്യില്ല. അപ്പോൾ അല്ലെങ്കിൽ ഇതും കൂടി ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് നമ്മൾ എന്നിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് പോവുക. അപ്പോൾ എന്നിട്ട് നമുക്ക് സംഭവം എന്തായാലും എന്തെങ്കിലും നോക്കാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിൽ കിടന്നോക്കാം അല്ലേ? കിടക്കാമല്ലോ തന്നെ ചേ. നോക്കുക, മുട്ട പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ട് ഗൈസ്. ഇതന്നെ നിങ്ങൾ നോക്ക് ഗൈസ്. ഞാനിപ്പോൾ ഇവിടുന്ന് കുലുങ്ങുമ്പോൾ മുട്ട കുലുങ്ങുന്നില്ല. ഓക്കെ, അതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എമ്മേൻ്റെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. ഇവിടുന്ന് അനങ്ങുമ്പോൾ ഹാടാ. അപ്പോൾ അതിൽ ചുരുക്കത്തിൽ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈടിപ്പോൾ ഏതെങ്കിലും ഒരുത്തം കിടക്കുന്നു, പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഈടുന്ന് എന്ത് കളിച്ചാലും ഓൻ ഉറങ്ങുന്നിടത്ത് ഒന്നും അറിയില്ല. അതാ ഇതിൻ്റെ മെയിൻ സാധനം. സംഭവം എങ്ങനെയാ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഇവിടുന്ന് അനങ്ങുമ്പോൾ മുട്ട അനങ്ങുന്നില്ല. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ എമ്മയുടെ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ടല്ലോ എത്രത്തോളം അവർ പറയുന്നതിൽ എന്താ വെച്ചാൽ അവർ ഉറപ്പ് വരുത്തുന്നത്. നമുക്ക് എന്തായാലും കിടത്തിയിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ മുട്ട കാര്യങ്ങൾ ഇടുന്നുണ്ട്. 3 മുട്ടകളെ കറക്റ്റ് കണ്ണ് കാണുന്നുണ്ടല്ലോ. ഇനി പൊട്ടിയിട്ടില്ലെന്ന് അവർ പറയണ്ട. സോ മുട്ട പോയാടാ. സോ ഗൈസ് മുട്ട ഇത് എടുത്തുണ്ട്. 3 മുട്ടയില്ലേ? ഒന്ന് ഇട്ടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ കിടക്കാൻ പോവാ. നമ്മളെ മുട്ടക്ക് ഒരു ബാലൻസ് ഇല്ല. കുറച്ച് കയറ്റി വെച്ചാൽ റെഡിയാവോ? ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തെത്തിയപ്പോൾ സൈഡ് നല്ലോണം വലിയുന്നുണ്ട്. അതാ സംഭവം. എന്തായാലും നമുക്ക് മുട്ട നമ്മൾ കിടക്കാൻ പോവാം. ഓക്കെ അല്ലടാ? സോ ഗൈസ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോവാ. എന്നാൽ നമുക്ക് ചെയ്ത് നോക്കല്ലോ ഗൈസ്. അപ്പോൾ 3, 2, 1. അയ്യോ, ഓക്കെ എടീക്കാലോ ഗൈസ്. പൊട്ടിയില്ല ഗൈസ്, പൊട്ടിയിട്ടില്ല. എടാ കണ്ട, പൊട്ടിയിട്ടില്ല. ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തേക്കാം. നമുക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തേക്കാം. ഞാൻ നിങ്ങൾക്ക് ഇനി ഒരു വട്ടം ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാലോ. നമുക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തേക്കാം. ടെസ്റ്റ് ചെയ്യട്ടെ? കിടക്കാലോ? 1, 2, 3. എടീക്ക് എങ്ങനെയുണ്ട്? പൊട്ടിനാ? പൊട്ടിയില്ല. ഇത് സംഭവം തന്നെ ഗൈസ്. കണ്ട, ഇതുവരെ പൊട്ടിയിട്ടില്ല. ഞാൻ ശരിക്കും അത്ഭുതപ്പെടാം. കാരണം ഞാൻ ഇപ്പോൾ നിങ്ങൾ ഈ റിയാക്ഷൻ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇവരെന്താ ഒന്നും അറിയാത്ത പോലെ കളിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇത് ടെസ്റ്റ് ചെയ്തിന്. നമ്മൾ ആദ്യം ഒരു എക്സ്പെരിമെൻറ്റ് കളിച്ചിട്ടാണ് നമ്മൾ ഈ രണ്ടാമത് നിങ്ങളെ വീഡിയോയിൽ എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം നമുക്ക് ഈ ഒരു അത്ഭുത എക്സ്പീരിയൻസ് ഉണ്ടായത്. കാരണം ഞാനും ഈ ചങ്ങായും നമ്മളെല്ലാവരും കൂടി ഇത് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം ഇത് പൊട്ടിയില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എന്താ ഇത് പൊട്ടാത്തത്? ഇത് ഫേക്കാണോ? ഇതെന്താ സംഭവം? എന്താ നമുക്ക് തന്നെ മനസ്സിലായില്ല. കാരണം നമ്മൾ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ സാധനം എന്താ പൊട്ടാത്തതെന്ന് ആലോചിച്ചിട്ട്. കാരണം നമ്മളും എക്സൈറ്റ്മെൻറ്റിലോടെ കയറി കിടന്നതാണ്, എന്നിട്ടും പൊട്ടിയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കും ഞാനിപ്പോൾ കാണിച്ചിരുന്ന ഈ സാധനം പൊട്ടിയിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് അപ്രൂവ് ആക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ എഗ് ടെസ്റ്റ് കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനമായില്ലേ? എങ്ങനെയുണ്ട് നമ്മൾ മാട്രസിൻ്റെ ക്വാളിറ്റി? ഇനി നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് കിടക്കാം. വാ. സോ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇപ്പോൾ എമ്മയുടെ മാട്രസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. അപ്പോൾ മാട്രസ് നമ്മളിപ്പോൾ ഏകദേശം എഗ് ടെസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ മുന്നിലിരിക്കുന്നത്. ഇനി നമ്മൾ ഫൈനൽ ടെസ്റ്റ് ആയിട്ടുള്ള നമ്മളെ കാർ ഡ്രൈവിംഗ് ടെസ്റ്റ് മാട്രസിൻ്റെ മുകളിൽ അങ്ങ് കയറ്റി ചാമ്പാൻ പോകാൻ. അപ്പോൾ എങ്ങനെയുണ്ടോ നമുക്ക് സംഭവം നോക്കാം. നമ്മളോട് ഇപ്പോൾ ധന്യജ് ഉണ്ടല്ലോ. ധന്യജ്, നമ്മൾ ധന്യജിൻ്റെ ഏതാ ടെറാനോ വണ്ടിയല്ലേ? ടെറാനോ വണ്ടി എന്നത് ഈ കാണുന്ന മാട്രസിൽ നമ്മൾ ഇപ്പോൾ കയറ്റാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് സംഭവം നോക്കാം. ധന്യജ് എങ്ങനെ ഉഷാറാക്കല? വണ്ടി എടുക്കല? എന്നാൽ വണ്ടി എടുക്കുക, ചാമ്പി അങ്ങ് കയറ്റിവിടുക. നമുക്ക് മാട്രസിൻ്റെ റിയൽ ക്വാളിറ്റി എങ്ങനെയുണ്ട് സാധനം നമുക്ക് എന്തായാലും ലൈവായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടോട്ടെ. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മളിതാ വണ്ടി കയറ്റാൻ പോകുമ്പോൾ നമ്മളെ ടെറാനോ ഇതാ മുന്നിൽ കിടപ്പുണ്ട്. നമ്മളെ ഡ്രൈവർ ചങ്ങായി അതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഈ വണ്ടി ഇതിലേക്കാണ് കയറ്റാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉഷാറാക്കാലോ? നമുക്ക് സെറ്റാക്കാലോ? ഓൻ ഉള്ളിൽ നിന്ന് തംസപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ മാട്രസ് ഇത് ടെസ്റ്റ് ഫെയിലാവോ വിന്നാവോ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. വണ്ടി കയറ്റി ഇതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് ഇപ്പോൾ കാണാം. എടാ എന്നാൽ ചാമ്പിക്കോ, വാ കമോൾ പോരട്ടെ. യെസ് ഗൈസ്, അപ്പോൾ ഇപ്പം വരും, നമുക്ക് നോക്കാം. കമോൾ. യെസ് യെസ്, എടാ കയറിടാ. മുട്ട നോക്കടാ. എടാ കയറി സംഭവം കയറിയിട്ട് അടുക്ക് കാണിച്ചു തരാം. അടുക്കടാ സംഭവം ഇപ്പം. സംഭവം സെറ്റിൻ്റെ ക്വാളിറ്റി ഇത് ഉറപ്പിച്ച് മക്കളെ സംഭവം. ഒന്നും കൂടി നമുക്ക് കയറ്റാം. നമ്മൾ വണ്ടി റിവേഴ്സ് അടിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഒന്നും കൂടി നോക്കിയിട്ട് പറയാം. ഓക്കെ, സോ ഗൈസ്, നമ്മൾ വീണ്ടും രണ്ടാമത്തെ ടെസ്റ്റും കൂടി നടത്താം. ഇപ്രാവശ്യത്തെ ടെസ്റ്റിൽ നമ്മൾ കയറി കൺഫേം ആയി നമുക്ക് അപ്രൂവ് ആക്കാം മാട്രസ്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വീട്ടിൽ നിന്ന് സുഖമായിട്ട് കിടക്കാം. അപ്പോൾ ഒന്നും കൂടി എടുത്തോളാം. വാ കമാൻ. അപ്പോൾ ഇതാ വണ്ടി ഒന്നും കൂടി കയറ്റാൻ പോകുന്നുണ്ട്. യെസ് ഗൈസ്, കയറി യെസ് ഗൈസ്. സ്റ്റിൽ നമ്മുടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം സെറ്റാണ്. അപ്പം നമ്മുടെ ടെസ്റ്റ് ഇവിടെ ഫെയിൽ ആയിട്ടില്ല.
ഓൾ ക്വാളിറ്റി അപ്രൂവ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എം മാട്രസ് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാ ഇപ്പം തന്നെ താഴെ കാണുന്ന എം മാട്രസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആഫ്റ്റർ ഓൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളും ഫെയിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തന്നിട്ട് റിയൽ ആയിട്ട് തന്നെ കാണിച്ചു തന്നിട്ട് അപ്പോൾ എം മാട്രസ് നിങ്ങൾക്ക് ക്വാളിറ്റി മാട്രസ് ആയിട്ട് ഞാൻ എന്തായാലും പറയും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും വീഡിയോ. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് ബൈ ഫ്രം ഡിഗ് ദ വ്ളോഗർ മച്ചാൻ. ഓക്കെ.